നമസ്കാരം, ഞാൻ അമലക്ഷയ്. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 12ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മളിപ്പോൾ ഡയറക്ഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ കയ്യിൽ ഒരു തിരക്കഥ കിട്ടുകയാണെങ്കിൽ അത് ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥ ആയിക്കോട്ടെ, ഇനി സിനിമയുടെ തിരക്കഥ ആയിക്കോട്ടെ, ആ ഒരു തിരക്കഥ വായിച്ചുകൊണ്ട് മനസ്സിൽ എങ്ങനെയാണ് ഷോർട്ട് ഡിവിഷൻ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിനുശേഷം എങ്ങനെയാണ് അതിനെല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടതെന്നും പിന്നീട് ഈ ഒരു തിരക്കഥയും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിനെയും എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്റ്റോറി ബോർഡ് തയ്യാറാക്കേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 4 വീഡിയോസ് ആണ് ഈ ഒരു ചാനൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 4 വീഡിയോസും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. കാരണം ഈ 4 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളുടെ എല്ലാം കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അത് കാണാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു തിരക്കഥ കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് അത് വായിച്ചുകൊണ്ട് മനസ്സിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്യേണ്ടത്, അതാണല്ലോ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഷോർട്ട് ഡിവിഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ എന്താണ് ഷോർട്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോർട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പറയാം. അതായത് ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ക്യാമറ വെച്ചതിന് ശേഷം ആ ഒരു ക്യാമറയുടെ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പിന്നീട് എപ്പോഴാണോ അത് കട്ട് ചെയ്യുന്നത് അതിനിടയിൽ വരുന്ന ആ ഒരു വിഷ്വലിനെയാണ് നമ്മൾ ഒരു ഷോർട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു തിരക്കഥ എടുത്തിട്ട് ഒരു സീൻ വായിക്കുകയാണെങ്കിൽ ആ ഒരു സീനിനുള്ളിൽ ഒന്നിലധികം ഷോട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഓരോ ഷോട്ടുകളും എങ്ങനെ ആയിരിക്കണം, അതായത് എങ്ങനെ ക്യാമറ വെച്ച് എടുക്കണം എന്നാണ് നിങ്ങൾ മനസ്സിൽ കരുതുന്നത്. അതിനെയാണ് നമ്മൾ ഷോർട്ട് ഡിവിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തിരക്കഥ നിങ്ങൾ വായിക്കുകയാണ്. ആ ഒരു തിരക്കഥയിൽ ഇത്തരത്തിൽ ഒരു കാർ വന്ന് നിൽക്കുന്നു. ആ ഒരു കാറിൽ നിന്ന് ഒരു നായകൻ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയ നായകന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. ആ ഒരു നായകൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലനെ നോക്കിയിട്ട് ആ ഒരു തോക്ക് ചൂണ്ടുന്നു. ഇതാണ് ഒരു തിരക്കഥ എന്ന് നിങ്ങൾ വിചാരിക്കുക അല്ലേ. അപ്പൊ ആ ഒരു തിരക്കഥ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും കുറെ ഷോട്ടുകളും കുറെ ഫ്രെയിമുകളും ഒക്കെ വരുമല്ലോ. അപ്പൊ ആ ഒരു കാറ് വന്ന് നിൽക്കുന്നത് എങ്ങനെ എടുക്കണം, അതായത് ആ ഒരു കാറ് വന്ന് നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഹെലിക്യാമൽ എടുക്കാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നായകൻ ആ ഒരു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വൈഡ് ഷോട്ടിൽ ക്യാമറ വളരെ ദൂരത്ത് വെച്ചെടുക്കാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ആ ഒരു തോക്ക് ചൂണ്ടുന്നത് ക്ലോസപ്പിൽ എടുക്കാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വില്ലൻ നായകനെ നോക്കുന്നത് വില്ലന്റെ പുറയിൽ ക്യാമറ വെച്ചിട്ട് അദ്ദേഹത്തെ സജഷൻ നിർത്തിക്കൊണ്ട് നായകനെ കാണിക്കാനായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തിരക്കഥ വായിച്ച സമയത്ത് വിഷ്വൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഇതേ തിരക്കഥ മറ്റൊരു വ്യക്തി വായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഷോട്ടുകൾ പലതായിരിക്കും അല്ലെ. ഒരുപക്ഷെ കാർ വന്നിറങ്ങുന്ന സമയത്ത് ആ കാറിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരേ തിരക്കഥ പല ഡയറക്ടേഴ്സ് ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ പല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ചില തിരക്കഥകൾ നല്ലതാണെങ്കിലും ഇത്തരത്തിൽ ഡയറക്ഷൻ ചെയ്ത് പൊട്ടിപ്പോകുന്നത്. ഇനി അതല്ല, ചില തിരക്കഥകൾ അത്ര മോശമാണെങ്കിൽ പോലും മേക്കിങ്ങിലൂടെ പല ഡയറക്ടേഴ്സിനെ അതിനെ അടിപൊളിയാക്കുന്നത്. അപ്പോൾ ഒരു തിരക്കഥ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ഷോട്ടുകളില്ലേ, ആ ഷോട്ടുകളെ തന്നെ ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു സീൻ ഫുൾ ആകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഓരോ ഷോട്ടുകളെ അടുക്കി വെക്കുന്നതിന്റെ ഓർഡറിനെയാണ് നമ്മൾ ഇത്തരത്തിൽ ഷോർട്ട് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് ഡിവിഷൻ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്, ഇത്തരത്തിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റൂൾസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന്. അതായത് ഇത്തരം ഒരു ഷോട്ട് വന്നതിന് ശേഷം ഇത്തരം ഒരു ഷോട്ട് വരാൻ പാടില്ല, അതുപോലെ തന്നെ ഇന്ന ഷോട്ട് വന്നതിന് ശേഷം അടുത്തത് ഇത്തരം ഷോട്ട് വരാൻ പാടില്ലെന്ന്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിലിം സിലബസിൽ ഇത്തരത്തിലുള്ള റൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള സിനിമോട്ടോഗ്രാഫേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇത്തരത്തിൽ ഒരു മനസ്സിലൊരു ഷോർട്ട് ഡിവിഷൻ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ആദ്യം വെച്ചിരിക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു എക്സ്ട്രീം വൈറ്റ് ഷോട്ട് ആയിക്കോട്ടെ. ആ ഒരു വൈറ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളൊരു ക്ലോസപ്പോ അല്ലെങ്കിൽ എക്സ്ട്രീം ക്ലോസപ്പോ വെക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ആദ്യം കാണിച്ചത് ഒരു ക്ലോസപ്പ് ആണെങ്കിൽ അതിനുശേഷം പെട്ടെന്ന് ഒരു എക്സ്ട്രീം വൈറ്റ് ഷോട്ടോ കാണിക്കാനായിട്ട് പാടില്ലെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. അതായത് ഇത്തരത്തിൽ ഒരു വൈഡ് ഷോട്ടാണ് കാണിക്കുന്നത് സങ്കല്പിക്കുക. അതായത് ഒരു മരുഭൂമിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു, അതൊരു എക്സ്ട്രീം വൈഡ് ഷോട്ടിലാണ് നിങ്ങൾ കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് ഒരു ക്ലോസപ്പ് കാണിക്കുകയാണെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എക്സ്ട്രീം വൈറ്റ് ഷോട്ട് കാണിച്ച സമയത്ത് ഏതോ ഒരു മനുഷ്യൻ ദൂരെ നിന്ന് നടന്നു പോകുന്നതായിട്ടാണ് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല അല്ലേ. അതിനുശേഷം ഇത്തരത്തിലൊരു എക്സ്ട്രീം ക്ലോസപ്പോ അല്ലെങ്കിൽ ഒരു ക്ലോസപ്പോ കാണിക്കുന്ന സമയത്ത് ആളുകൾക്ക് സംശയം ഉണ്ടാകാം. കാരണം ആദ്യത്തെ ആ ഒരു എക്സ്ട്രീം വൈറ്റ് ഷോട്ടിൽ കണ്ട അതേ വ്യക്തി തന്നെയാണോ ഇതെന്നുള്ളത്. കാരണം അതിനിടയ്ക്ക് മറ്റൊരു ഫ്രെയിം അവിടെ ആൾക്കാർ കാണുന്നില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ എക്സ്ട്രീം ക്ലോസപ്പിൽ നിന്ന് എക്സ്ട്രീം വൈഡിലേക്ക് പോവുകയാണെങ്കിൽ
ആദ്യത്തെ ആ ഒരു ഷോട്ടിൽ ക്ലോസപ്പിൽ കാണിച്ച അതേ ക്യാരക്ടർ തന്നെയാണ് വൈഡിലും ഉള്ളതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ ആളുകൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുതെന്നും ഞാൻ സീനിയേഴ്സ് ആയിട്ടുള്ള പല സിനിമോട്ടോഗ്രാഫേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു സീൻ തുടങ്ങുന്ന സമയത്ത് ഒന്നാമത്തെ ഷോട്ടിലോ രണ്ടാമത്തെ ഷോട്ടിലോ മൂന്നാമത്തെ ഷോട്ടിലോ ഇത്തരത്തിൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കാണിച്ചിരിക്കണമെന്ന്. അതായത് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു എക്സ്ട്രീം വൈറ്റ് ഷോട്ട് ആയിരിക്കും. ആ ഒരു ഷോട്ടിലൂടെ തന്നെ ആ ഒരു സംഭവം നടക്കുന്ന ആ ഒരു സീൻ നടക്കുന്നത് എവിടെയാണെന്നും എന്താണ് ആ ഒരു പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ ഷോട്ടിലൂടെ ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഒരു സീൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഷോട്ടിൽ ഈ ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കാണിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ആ ഒരു സീൻ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാകും ഇത് എവിടെയാണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു സീൻ തുടങ്ങാൻ നേരത്ത് തന്നെ ഇത്തരത്തിൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കാണിക്കണമെന്ന് ഞാൻ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് റൂളുകളാണ് ഷോർട്ട് ഡിവിഷന്റെ കാര്യത്തിൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ എനിക്കിവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൂളുകളെല്ലാം തന്നെ സിനിമയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് അല്ലെ. അതായത് എക്സ്ട്രീം വൈഡിൽ നിന്ന് ഇത്തരത്തിൽ എക്സ്ട്രീം ക്ലോസപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആളുകൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകും. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു റൂൾ പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്നത്. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു ഡയറക്ടറാണ്, നിങ്ങൾക്ക് ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകാൻ നേരത്ത് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കണം. ഇന്റൻഷ്യലി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂൾ ബ്രേക്ക് ചെയ്യാം. അതിനെന്താ തെറ്റ്? അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു സീൻ തുടങ്ങുകയാണ്. ആ ഒരു സീൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്ഥലം ഏതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. നിങ്ങളുടെ ആ ഒരു സീനിന് അത് അത്യന്താപേക്ഷിതമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് വെക്കണമെന്നില്ല, ഏറ്റവും അവസാനം മതി, അതുകൊണ്ട് വെച്ചാൽ മതി. അപ്പം മാലിക് എന്ന് പറയുന്ന ചിത്രമുണ്ടല്ലോ, ആ ഒരു സിനിമയിലെ ഒരു സീനിൽ ഇത്തരത്തിൽ എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കാണിക്കുന്നത്. അങ്ങനെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കാണിക്കാൻ നേരത്ത് അവിടെ വലിയൊരു മീനിങ് അവിടെ ആ ഒരു സീനിൽ വരുന്നുണ്ട്. അപ്പം അത് അതിന്റെ ഡയറക്ടർ ഇന്റൻഷനലി ചെയ്തൊരു കാര്യമാണ്. അപ്പൊ സിനിമയിൽ കുറെ അധികം റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുമെന്നും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റൂളും ബ്രേക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു റൂളൊക്കെ ബ്രേക്ക് ചെയ്ത് സിനിമ എടുത്തിട്ട് അത് പരാജയപ്പെടുകയാണെങ്കിൽ, ഇത്തരത്തിൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അടുത്ത പടത്തിൽ അത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി നിങ്ങളൊരു തിരക്കഥ വായിച്ചിട്ട് മനസ്സിൽ ഇത്തരത്തിൽ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഷോട്ടും എങ്ങനെ ആയിരിക്കണമെന്ന് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെയാണ് ഷോർട്ട് ഡിവിഷൻ ചെയ്യേണ്ടത്. ഇതിന് മറ്റു റൂളുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ തന്നെ ധൈര്യമായിട്ട് ചെയ്തോളൂ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു തിരക്കഥയുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കുറെ ഷോട്ടുകളില്ലേ, ആ ഒരു ഷോട്ട് നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ, അതായത് സ്റ്റോറി ബോർഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിന് നിങ്ങളുടെ മനസ്സിലുള്ള രീതിയിൽ അത് വരച്ചു വെക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു മുഴുവൻ സിനിമയുടെയും ആ ഒരു ഷോർട്ട് ഡിവിഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് നിങ്ങൾ അയാളുടെ കൂടെ ഇരുന്ന്, ആ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഇരുന്ന് വരപ്പിച്ചെടുക്കണമെങ്കിൽ എത്രയോ ദിവസം നിങ്ങൾ ആ ഒരു മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നത് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ രണ്ടാണ് ഗുണം. ഒന്നെന്ന് പറയുന്നത് ആ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ഒരു തിരക്കഥയും ഷോർട്ട് ലിസ്റ്റൂടെ ഇത്തരത്തിൽ ആ ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിന്റെ ഇതിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് നോക്കിയിട്ട് അയാൾക്ക് ആ ഒരു സ്റ്റോറി ബോർഡ് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതുപോലെ തന്നെ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിന് അത് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ പറഞ്ഞ പ്രീ പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാ ഷോട്ടുകളും പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ്ഷീറ്റിലേക്കാണ്. അപ്പൊ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മാലിക് എന്ന് പറയുന്ന സിനിമയിലെ ഒരു സീൻ എടുത്തുകൊണ്ട് ആ ഒരു സീനിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ എലമെന്റ്സ് എന്തെല്ലാമാണെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പൊ ഇവിടേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഷോർട്ട് നമ്പർ ആണ്. അതായത് ഒരു സീനിൽ കുറെ അധികം ഷോട്ടുകൾ കാണുമല്ലോ, അപ്പോൾ ഓരോ ഷോട്ടിന്റെയും നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്നുള്ള സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഷോട്ട് നടക്കുന്നത് ഇന്റീരിയർ അകത്താണോ പുറത്താണോ എന്നുള്ളതാണ്. അതുപോലെ അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞൊരു കോളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ ഒരു ഷോട്ട് ഏതാണ്, അതായത് വൈറ്റ് ഷോട്ട് ആണോ, എക്സ്ട്രീം വൈറ്റ് ഷോട്ട് ആണോ, അതേപോലെ ക്ലോസപ്പ് ആണോ, ഏതാണോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് ഇവിടെ എഴുതി വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അടുത്തത് ആംഗിൾ ആണ്. അതായത് ഹൈ ആംഗിളിൽ എടുക്കാനാണോ അതോ ലോ ആംഗിൾ ആണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഐ ലെവൽ ആണോ ബേഡ് വ്യൂ ആണോ, ഏത് ആംഗിൾ ആണോ ആ ഒരു ഷോട്ടിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ എഴുതി വെക്കാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ക്യാമറ മൂവ്മെന്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ക്യാമറ മൂവ്മെന്റ് ആണോ നിങ്ങൾ ആ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ എഴുതി വെക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം
ഇവിടെ ഞാൻ ഒന്നും എഴുതാത്തത് കാരണം ഓഡിയോയെ പറ്റിയുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഓഡിയോ സംബന്ധിച്ചുള്ള ടെക്നിക്കൽ ടേംസ് ഞാൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് എന്തായാലും ഓഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് ഇതുകൂടി ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തുള്ളത് സബ്ജക്റ്റ് ആണ്. അതായത് ആ ഒരു ഷോട്ടിൽ എന്തെല്ലാം സബ്ജക്റ്റ് ആണുള്ളത്, അതായത് ഏതെല്ലാം കഥാപാത്രങ്ങളാണുള്ളത്, അതുപോലെ ഇനി മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ, അതായത് വാഹനങ്ങളോ കാറോ ആനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അടുത്ത ഇനി നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, അതായത് ആ ഒരു ഷോട്ടിൽ എന്താണ് നടക്കുന്നത്, അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇൻസിഡൻസ് നടക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് എന്താണെന്നാണ് അവിടെ എഴുതി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സീനിലും ഇത്തരത്തിൽ ഷോർട്ട് ലിസ്റ്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. മിക്കവാറും ഇത്തരത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റും ഒക്കെ ആയിരിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് മാലിക് എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു സീൻ എടുത്തിട്ട് ആ ഒരു സീന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സീൻ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനുശേഷം ഇത്തരത്തിൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് മാലിക് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥ. അതിലെ 61ാമത്തെ സീനാണ് ഞാൻ ഇത്തരത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാനും സ്റ്റോറി ബോർഡ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 61ാമത്തെ സീനാണ് ഇന്റീരിയർ/എക്സ്റ്റീരിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാപ്പള്ളി മോസ്ക് ഡേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ തിരക്കഥ ഒന്ന് വായിക്കാം. മഴ ശക്തമായി പ്രാപിക്കവേ പള്ളിമുറ്റത്തേക്ക് ലോറി അടുക്കുന്നു. ലോറി അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ പുറത്ത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ലത്തീഫും ജമാഅത്തിലെ മറ്റാളുകളും. ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഹോൺ മുഴക്കുന്ന സുലൈമാൻ. ഗേറ്റ് തുറക്കാൻ ലത്തീഫ് കൂട്ടാക്കുന്നില്ല. ലോറിക്കകത്ത് നനഞ്ഞു വിറച്ചിരിക്കുന്ന കുട്ടികൾ. അപ്പം നമ്മുടെ ലത്തീഫ് പറയുകയാണ്, പള്ളിക്കകത്ത് സ്ഥലമില്ല, അന്യമതസ്ഥരെ അകത്തേക്ക് കയറ്റാനും പറ്റില്ല. ഇത് കേട്ട് സുലൈമാൻ പുറത്തേക്ക് ഇറങ്ങി. സുലൈമാൻ, നാട് മുടിയാൻ നിൽക്കുമ്പോഴാണോടാ നിന്റെയൊക്കെ മതം പറച്ചില്. അപ്പം മാലിക് എന്ന ചിത്രത്തിൽ വളരെ മാസമായിട്ടുള്ള ഈ ഒരു സീൻ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീനെ ഞാൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഇത്തരത്തിൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്ക് വരികയാണ്. അപ്പൊ ഈ ഒരു 61ാമത്തെ സീൻ തുടങ്ങിയ സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, മഴ ശക്തമായി പ്രാപിക്കവേ പള്ളി മുറ്റത്തേക്ക് ലോറി അടുക്കുന്നു. അതായത് പള്ളിയുടെ മുന്നിലേക്ക് ലോറി വരുന്നതാണ് ഇത്തരത്തിൽ ആദ്യ ഷോട്ടിൽ നമ്മൾ കാണിക്കേണ്ടതല്ലേ. അപ്പൊ നോക്കുകയാണെങ്കിൽ ഷോട്ട് 1 ആണ്. ഇവിടെ ഇന്റീരിയർ/എക്സ്റ്റീരിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് പള്ളിയുടെ പുറത്തും പള്ളിക്ക് അകത്തുമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കാണാൻ പറ്റുന്നത് ഷോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ഷോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആംഗിൾ എന്ന് പറയുന്നത് ഹൈ ആംഗിൾ ആണ്. അതായത് ആ ഒരു ലോറിയിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പള്ളിയിൽ അഭയം തേടി വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ പവർലെസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ പവർലെസ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഹൈ ആംഗിളിൽ കാണിക്കുകയാണെങ്കിൽ ലോറി താഴെ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവർ പവർലെസ് ആണെന്നുള്ളൊരു ഫീൽ കിട്ടുന്നതാണ്. ഇനി ക്യാമറയുടെ മൂവ്മെന്റ് എന്താ നോക്കുകയാണെങ്കിൽ അത് പുഷ് ഔട്ട് ആണ്. അതുപോലെ തന്നെ ടിൽറ്റും അവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി സബ്ജക്ട് നോക്കുകയാണെങ്കിൽ ലോറിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വീട് നഷ്ടപ്പെട്ട അന്യമതസ്ഥരുമായി റംദാ പള്ളിയുടെ ഗേറ്റിന് മുന്നിലേക്ക് വരുന്ന ലോറി. അപ്പം ഈ ഒരു സീൻ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ സിനിമയിൽ ഉള്ളതെന്ന്. അതായത് വീട് നഷ്ടപ്പെട്ട അന്യമതത്തിലെ ആൾക്കാരുമായിട്ട് ലോറി ഇത്തരത്തിൽ പള്ളിയുടെ മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഷോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വൈഡ് ഷോട്ടാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹൈ ആംഗിളിൽ വെച്ചിട്ടാണ്, ക്യാമറ മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഷോട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു ഷോട്ട് നടക്കുന്നത് റോഡിലാണ്, പുറത്താണ്. എന്നാൽ ആ ഒരു ക്യാമറ വെച്ചിരിക്കുന്നത് പള്ളിക്കുള്ളിൽ, പള്ളിയുടെ ഗേറ്റിന് ഉള്ളിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത്തരത്തിൽ ആ ഒരു ക്യാമറയുടെ മൂവ്മെന്റ് എന്ന് പറയുന്ന ഇത്തരത്തിൽ പുഷ് ഔട്ട് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ടിൽറ്റ് ആയിട്ട് താഴോട്ട് പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത ഷോട്ടിലേക്ക് വന്നു. അടുത്ത ഷോട്ട് എന്ന് പറയുന്ന ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു മീഡിയം ഷോട്ടാണ്. അതുപോലെ തന്നെ ഹൈ ആംഗിൾ തന്നെയാണ് അതും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു ക്യാമറയുടെ മൂവ്മെന്റ് എന്താണെന്നുള്ളത് അത് പാൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സബ്ജക്ട്, ആ ലോറി ഉണ്ട്, അതുപോലെ സുലൈമാൻ ഉണ്ട്, അതിലെ ഡ്രൈവർ ഉണ്ട്, അതുപോലെ തന്നെ പുറത്ത് ജമാഅത്തിലെ ആളുകൾ നിൽപ്പുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഷോട്ടിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോറി പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. ഗേറ്റിനുള്ളിൽ തടയാൻ ജമാഅത്തിന്റെ ആളുകൾ. അപ്പൊ നിങ്ങൾ ഒരു സൈഡിൽ ഇത്തരത്തിൽ ഈ ഒരു സീൻ പ്ലേ ചെയ്ത് നോക്കിക്കൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇത്തരത്തിൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് മനസ്സിലാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു സിനിമ ഓൾറെഡി റിലീസ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ തിരക്കഥ കാണിച്ചു തരാൻ പറ്റിയത്. അതുപോലെ തന്നെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയത്. ആ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ അതേ വിഷ്വലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയത്. എന്നാലും നിങ്ങൾ എഴുതിയ ഒരു തിരക്കഥ, ആ ഒരു തിരക്കഥ വായിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ കുറെ ഷോർട്ട് ഡിവിഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു. ആ മനസ്സിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റും നിങ്ങളാക്കി. അങ്ങനെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം നിങ്ങളുടെ കയ്യിലുള്ള തിരക്കഥയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റും ഇല്ലേ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് അത് രണ്ടും എടുത്തുകൊണ്ട് പോയി നിങ്ങൾ ഇത്തരത്തിൽ ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിന്റെ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത് രണ്ടും കൂടെ നോക്കി മനസ്സിലാക്കിയിട്ട്
നിങ്ങൾ എന്താണോ ഷോർട്ട് ലിസ്റ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിന് പറഞ്ഞുകൂടി കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ബോർഡ് അയാൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത മാലിക് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ തിരക്കഥയാണിത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ അധികം ഷോർട്ട് ഡിവിഷൻ വരുമില്ലേ? അങ്ങനെ വന്ന ഷോർട്ട് ഡിവിഷൻ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇതിനെ ഷോർട്ട് ലിസ്റ്റ് ആക്കിയതിനു ശേഷം രണ്ടാമത് ആ ഒരു ഷോർട്ട് ലിസ്റ്റും ഇപ്പോഴത്തെ തിരക്കഥയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റോറി ബോർഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഷോർട്ട് ലിസ്റ്റിലെ ആദ്യത്തെ ഷോട്ട് നോക്കുകയാണെങ്കിൽ അത് ഇത്തരത്തിൽ വൈഡ് ഷോട്ടാണ്, ഹൈ ആംഗിൾ ആണ്, അതിന്റെ ക്യാമറ മൂവ്മെന്റ് ഇതാണ്. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഏകദേശം ഇതുപോലൊരു പടമായിരിക്കും ആദ്യം വരച്ചു വെക്കുക. അടുത്ത രണ്ടാമത്തെ ഷോട്ടിലേക്ക് പോയിട്ട് ഇത്തരത്തിൽ അതൊരു മീഡിയം ഷോട്ടാണ്, ഹൈ ആംഗിൾ ആണ്, ലോറി വന്ന് നിൽക്കുന്നു, ഉള്ളിൽ സുലൈമാൻ ഉണ്ടല്ലേ. അപ്പം അത് ഇത്തരത്തിൽ ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും. അപ്പം മൂന്നാമതായിട്ട് വരികയാണെങ്കിൽ അത് മൂന്നാമത്തെ ഷോട്ടാണ്, അവിടെ ഇത്തരത്തിൽ മീഡിയം ഷോട്ടാണ്, അവിടെ 180 ഡിഗ്രി റൂൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പൊ നമ്മൾ 180 റൂൾ എന്താണെന്ന് ഓൾറെഡി പഠിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതായത് രണ്ടുപേരും തമ്മിൽ കോൺവെർസേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു കോൺവെർസേഷൻ എടുക്കാനായിട്ട് എവിടെയാണ് ക്യാമറ വെക്കേണ്ടത് എന്നുള്ളതാണ് 180 റൂൾ പറയുന്നത്. അതായത് നോക്കുകയാണെങ്കിൽ ഇവരുടെ സെന്ററിലൂടെ ഒരു ലൈൻ ഇടുകയാണെങ്കിൽ ആ ഒരു ലൈനിന്റെ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ഈ രണ്ട് കാര്യങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യാൻ നേരം രണ്ടുപേരുടെ ആ ഒരു കോൺവെർസേഷന്റെ ഭാഗം വരുന്ന സമയത്ത് 180 റൂൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഷോട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഡിവൈഡ് ചെയ്യാനും ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഷോട്ട് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിക്കാനും പറ്റുകയുള്ളൂ. അപ്പൊ വീണ്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഓരോ ഷോട്ടും താഴോട്ട് പോകുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ വരച്ച് വെച്ചതല്ല, ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സിനിമയുടെ ഓരോ ഷോട്ടുകളും കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്തരത്തിൽ 11ാമത്തെ ഷോട്ടിലേക്ക് വരികയാണെങ്കിൽ അതൊരു മീഡിയം വൈഡ് ഷോട്ട് ആണ്, അതുപോലെ തന്നെ ഐ ലെവലാണ്, പാൻ, ടിൽറ്റ് ഈ രണ്ട് മൂവ്മെന്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മൂസാക്കയുടെ മുറി ലക്ഷ്യം വെച്ച് നീങ്ങുന്ന സുലൈമാൻ. എന്നാൽ ഈ ഒരു ഷോട്ടിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് സ്റ്റേജിംഗ് ആൻഡ് ബ്ലോക്കിങ്ങിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അതായത് ഇതിന്റെ സ്റ്റോറി ബോർഡിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ സുലൈമാൻ ആ ഒരു മുസാക്കയുടെ മുറി ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അങ്ങനെ ലക്ഷ്യം വെച്ച് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സുലൈമാന്റെ ആ ഒരു ഇടത്ത് വശത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കുറെ മുസ്ലിം സ്ത്രീകൾ ഓൾറെഡി പള്ളിക്കുള്ളിൽ അഭയം തേടി വന്നിരിപ്പുണ്ട്. അതായത് മുസ്ലിം സ്ത്രീകളെ ആ ഒരു പള്ളിക്കുള്ളിൽ കയറ്റിയിട്ടുണ്ട്, എന്നാൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ ആ ഒരു പള്ളിക്ക് പുറത്താണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ സുലൈമാനെ തടയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ജമാഅത്തിന്റെ ആൾക്കാരെ ഇത്തരത്തിൽ വലത്തെ സൈഡിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്നിട്ട് പ്രോപ്പർ ആയിട്ട് സെന്ററിൽ ഇത്തരത്തിൽ നമ്മൾ സുലൈമാനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ആ ഒരു ഫോക്കസ് ആളുകളിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ ഒരു സൈഡിൽ മുസ്ലിം സ്ത്രീകളെ നിർത്തണം, ഇത്തരത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ ജമാഅത്തിന്റെ ആളുകളെ നിർത്തണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ ബ്ലോക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ മുമ്പ് ഞാൻ ചെയ്തിട്ട് ബ്ലോക്കിങ്ങിന്റെ വീഡിയോ കാണുന്നവർക്ക് ഇത് എങ്ങനെയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്, എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാകുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു തിരക്കഥ ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് ഷോർട്ട് ഡിവിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത്തരത്തിൽ അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്, പിന്നീട് ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്റ്റോറി ബോർഡ് ചെയ്യേണ്ട, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ ശരിക്കും ഇത് റൈറ്ററിന്റെ ജോലിയല്ല, ഇത്തരത്തിൽ ഡയറക്ടറിന്റെയും അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഒക്കെ ജോലിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് ഡിവിഷൻ എങ്ങനെ ചെയ്യണമെന്നും ഷോർട്ട് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കണമെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സ്റ്റോറി ബോർഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വയം പടം വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ പിന്നീട് ഇത്തരത്തിൽ സ്റ്റോറി ബോർഡ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് വരയ്ക്കാനോ മറ്റുള്ള കഴിവൊന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ തിരക്കഥയും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റും ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ സ്റ്റോറി ബോർഡ് പടം വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ലെങ്കിൽ AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല ടൂൾസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് സ്റ്റോറി ബോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇത്തരത്തിൽ മാലിക്കിന്റെ തിരക്കഥയുടെ ആ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റിന്റെ ആ ഒരു സാമ്പിളിന്റെ ആ ഒരു സ്പ്രെഡ്ഷീറ്റിന്റെ ലിങ്കും അതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സ്റ്റോറി ബോർഡിന്റെ ആ ഒരു ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതെല്ലാം തന്നെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പാക്കപ്പ്.